AJ ഫുഡ് കോർട്സിന്റെ 4ാമത്തെ സ്ട്രേഞ്ചർ സീതാ ബേക്കറിയിലാണുള്ളത്, വർക്കല സീതാ ബേക്കറി. സ്ട്രേഞ്ചർ എന്ന് പറയാൻ പറ്റില്ല, സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയാം. അൻവിത, അക്ഷയ് രണ്ടുപേരും എങ്ങനെയാ പരിചയം? എങ്ങനെയാ നിങ്ങൾ കസിൻസ് ആണ്? ഓക്കെ. ആക്ച്വലി ഇത് പരവൂർ സീതാ ബേക്കേഴ്സിന്റെ ഒരു ന്യൂ ഔട്ട്ലെറ്റ് ആണ്. ദ മൊമെന്റ് വി സ്റ്റെപ്ഡ് ഇൻ ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഹോം. ഇവിടുത്തെ സ്പെഷ്യൽ ന്യൂട്ല ലാവ ബണ്ണാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ വൈഡ് വെറൈറ്റി ഓഫ് മിൽക്ക് ഷേക്സ് ഉണ്ട്. അതിൽ പിസ്ത, ബട്ടർ സ്കോച്ച്, ഓറിയോ, ചോക്ലേറ്റ് ഇവ 4ഉമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. അപ്പൊ നമ്മളെ സ്ട്രേഞ്ചേഴ്സിന് കുറച്ച് സ്റ്റോറീസ് പറയാനുണ്ട്. അപ്പൊ സ്റ്റോറീസ് എന്താണെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ കഥ പറയാം. ഇത് കുറച്ച് ട്രാജഡിയും കോമഡിയും ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ദിവസം എന്റെ ബ്രദർ രണ്ടുപേരും കൂടെ കോവാളത്ത് തമിഴ്നാട്ടിൽ എവിടെയുണ്ടാണ് അവിടെ വലിയ മാർക്കറ്റൊക്കെയാണ്. അപ്പൊ അവിടെ പോയി പൂ വാങ്ങിക്കൊണ്ടുവരും. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്നിട്ട് പിറ്റേ നമ്മൾ ഇടും. നമ്മൾ ഓരോ ദിവസം അങ്ങനെ ഒരു സ്പോൺസർ ആയിട്ടാണ് ഇടുന്നത്. ഇപ്പൊ ഒരു ദിവസം ആണെങ്കിൽ ഒരാളായിരിക്കും. നമുക്ക് അവിടെ കുറെ അണ്ണന്മാരൊക്കെ ഉണ്ട്, ഈ ദുബായിലുള്ള അണ്ണന്മാര്, പിന്നെ അവിടുത്തെ മാമാര്, അവരൊക്കെ സ്പോൺസർ ചെയ്യും. 9 ദിവസം വരെ നമ്മൾ അങ്ങനെ ആയിരിക്കും ഇടുന്നത്. 10ാം ദിവസം നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മള് തുടങ്ങി. അപ്പൊ നമ്മൾ പിശുക്ക് കാണിക്കും. വെച്ചാ തോനെ പൂട്ടാ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പൂ തികയത്തില്ല. അപ്പൊ നമ്മള് വീണ്ടും വാങ്ങേണ്ടി വരും. അപ്പൊ നമ്മളാണെങ്കിൽ കണ്ട ചില ഇലകളൊക്കെ പിടിച്ചു, പർപ്പിള്, ഗ്രീന്, അങ്ങനെ കുറച്ച് ഇലയൊക്കെ പിടിച്ചുകൊണ്ട് വരും. അപ്പൊ ഇവരൊക്കെയാണ് പോയി കാട്ടിൽ പോണത്. അപ്പൊ നമ്മളെ വീടിന്റെ അപ്പുറം ആണെങ്കിൽ ഒരു പുരയുടെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ പുരയിടത്താണെങ്കിൽ നമ്മള് അവിടെ ആണെങ്കിൽ വയലറ്റ് കളറുള്ള ഇലയുണ്ട്. ആ സൈഡ് അതിന്റെ ബാക്ക് ഫുൾ അതാണ്. പക്ഷെ ഭയങ്കര കാടാണ്, ഭയങ്കര പോച്ചയും പുല്ലും ഇതൊക്കെയാണ്. പിന്നെ എന്റെ പ്രായത്തിൽ ഒരുത്തനും കൂടെ ഉണ്ട്, നമ്മളെല്ലാവരും കൂടെ ആയിരിക്കും പോകണം. അപ്പൊ ആ കാട്ടിലാണെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ, പണ്ടത്തെ അമ്മൂമാരൊക്കെ പറയുന്നതാണ് അവിടെ ആര് ഒരു അമ്മൂമ്മേനെ കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അമ്മൂമ്മ കിണറ്റി ചാടി മരിച്ചത്. അപ്പൊ അടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് ആ പറമ്പിൽ അടക്കി. നമുക്ക് അറിഞ്ഞൂടാ. അതിന്റെ തൊട്ട് ഇപ്പുറത്ത് അതിന്റെ അടുത്തൊരു അമ്പലം, നമ്മള് അവിടെ കേറി പോവും. അപ്പൊ അവിടുത്തെ ആന്റിമാരൊക്കെ പറയാം അവിടെ കേറല്ലേ, രാത്രി അങ്ങനെ പൊക്കി വിടാൻ വെച്ചിട്ടുണ്ടാകും. ആൾക്കാരെ കൊണ്ടാണ് നമ്മള് പോവും. എനിക്ക് അവിടെ ഫുള്ള് പുല്ല് ഇതാണ്. അപ്പഴത്തേക്ക് അതിലൊരുത്തരുണ്ട്, അവൻ പക്ഷെ എന്നെ അങ്ങടെ ഹൈറ്റ് പറഞ്ഞാണ്. അവനാണെങ്കിൽ ഇങ്ങനെ അവിടെ ഫുള്ള് പോച്ച് ചെയ്താണ്. മുള്ളണക്കത്തെ ഇതുണ്ട്, ആദ്യം തട്ടി വന്ന് വീഴും. ഇത് നമ്മളൊരു ശബ്ദം കേൾക്കും, അണ്ണാന്ന് പറഞ്ഞോണ്ട് ശബ്ദം കേൾക്കും. ഇത് വേറെയാണെന്ന് പറഞ്ഞ് മേടിച്ച് അങ്ങോട്ട് അവൻ തറയൊക്കെ ഇങ്ങനെ കിടക്കും. മാമീന്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞപ്പോ മാമി പറഞ്ഞു ആ അമ്മൂമ്മയാണ്, നിങ്ങൾ രാത്രി പോവരുത്. നമ്മളെ ഇങ്ങനെ വിശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവര് വേറെ ഒരു പച്ച ഇല, അത് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങ് പോണം. നമ്മളെ മംഗളാശുപത്രി എന്ന സ്ഥലം, അപ്പൊ അതിന്റെ അവിടെ ഒരു വീടുണ്ട്. എങ്ങനെയാവുന്നു അങ്ങനെ അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇല്ല മറ്റേ ഒരു പച്ച കളർ ഒരു ചെടിയുണ്ട്. അങ്ങനെ ആ ചെടിയുണ്ട്. ആ ചെടി ഇങ്ങനെ പിച്ചാൻ പോകുമ്പോ അത് ഞാൻ എല്ലാവരും പോറ്റിയൊക്കെ ആയിരുന്നു പോയത്. പോറ്റിയൊക്കെ അവരിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കുന്നു. പോറ്റി തന്നെ പറഞ്ഞു പോറ്റിയും ചെയ്തോണ്ടിരിക്കുന്നത്. അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ആരും ഒരു ആന്റി രൂപ പ്രേതം ഉണ്ടെന്നല്ല അവർക്ക് തോന്നില്ല. അങ്ങനെ തോന്നി. പക്ഷെ ഇത് മനുഷ്യനായിരുന്നല്ലോ, മനുഷ്യന് പ്രേതം എല്ലാരും അമ്മയായിരുന്നു. പോറ്റി പിന്നെ അവിടെ അങ്ങോട്ട് കിടന്ന് ഓടി. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മുമ്പേ ഓടി. ഇവിടെ അവിടെ ബൈക്ക് കൊടുത്ത് കൊച്ചിനോട് ഒറ്റയ്ക്കാക്കി എന്നെ വിളിച്ചു പറഞ്ഞാ നീ സേഫാണ്, നീ ഓക്കെയാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. പോറ്റി അവിടെ നിങ്ങൾക്ക് ചാടി ഒരു വഴി അറിയുന്നോണ്ട് അങ്ങനെയൊക്കെ ഓടി വന്നു. നമ്മൾ അത്തൊക്കെ ഇട്ട് പിന്നെ പാട്ട് വെക്കും രാത്രി. അപ്പം 10 ദിവസം വരെ പാട്ട് വെക്കും. നമ്മൾ മുമ്പേ പോലീസ് സ്റ്റേഷനിൽ പോയി പെർമിഷൻ വാങ്ങിയിട്ടാണ് സൗണ്ട് പാട്ട് വെക്കുന്നത്. അപ്പൊ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ പാട്ടൊക്കെ വെക്കും. അപ്പൊ എന്റെ ബ്രദർ അൻവിനാണ് പേര്. അപ്പൊ അവനാണെങ്കിൽ ഓസി ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും ഉണ്ട്. അപ്പൊ കറുപ്പ്, ഓസി, സേതുവാണ്. ഇവര് 3 പേരും കൂടെയാണ് അത്തം വരയ്ക്കുന്നത്. ഇവർക്ക് വരയ്ക്കാൻ അറിയാം. ഇവരിടും. ഇവര് വരച്ചോണ്ടിരിക്കുമ്പോ ഞാൻ, രഞ്ജു, തക്കുടു, പിന്നെ ആരൊക്കെ, ശിവാനി, ഇവൻ, കണ്ണപ്പൻ എല്ലാരും കൂടെ പൂ അരിയും. കത്രികയൊക്കെ കൊണ്ടുവന്ന് പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ പാട്ട് വെക്കും. പക്ഷെ കുറച്ച് പൂവൊക്കെ അരിയുമ്പോ തന്നെ ഒരു അപ്പത്തേക്കും പലവർക്കും അവിടെ പല ലൈനുകളും ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. അപ്പം ചിലവര് അതിലോട്ട് പോകും. എന്റെ ചേട്ടൻ അന്ന് ലൈൻ ഉണ്ടായിരുന്നു തോന്നിക്ക് അറിഞ്ഞൂടാ. അന്ന് ലൈൻ ഉണ്ടായിരുന്നു തോന്നിക്കോ. ഉണ്ടായിരുന്നു. അപ്പൊ കോളിലൊക്കെ ആയിരുന്നു. അപ്പൊ കോളൊക്കെ വിളിച്ച് വഴക്ക് പറയും നമ്മള്, പൂ അരിയടാ അങ്ങനെ പറഞ്ഞ്.
പിന്നെ പാട്ട് വെക്കുമ്പോ ഇവരെല്ലാരും ഡാൻസ് കളിക്കും. പല ഡാൻസുകളും ഉണ്ട്. പല ഡാൻസുകൾ. അതായത് അതില് നേരത്തെ പറഞ്ഞില്ലായിരുന്നു വളരെ, അതായത് ഇവരാണ് മുണ്ടോ അത്ര വിളിക്കത്തുള്ളൂ മനസ്സിലായില്ലേ. അത് പറയണ്ട, അത് പറഞ്ഞ സീനാവും. ഈ അണ്ണം വായിക്കാൻ അല്ല, ഇത് മുമ്പത്തെ വർഷമാണ്, ഈ വർഷത്തല്ല. ഓണത്തിനല്ല, കഴിഞ്ഞ ഓണത്തിന് ഒരു അത്തട്ടതാ. അങ്ങനെ ആ, അവിടെ ഇങ്ങനെ ഒരു വയലിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ അതിലേക്കും ആണനാണ് എണീറ്റ് നിന്നപ്പോ അവിടെ ഒരു തേങ്ങ. അല്ല, ഈ ചേട്ടന്റെ കൂടെ നിന്നവരൊക്കെ ആ ചേട്ടന്റെ വീട്ടില് ഫുഡ് എടുത്തോണ്ട് വരാൻ പോയി. കോച്ച് മാത്രം അവിടെ ഇരിപ്പുള്ളായിരുന്നു. അപ്പൊ ഇങ്ങനെ കിടന്നോണ്ടിരുന്നപ്പോഴത്തേക്കും തേങ്ങ വന്ന് വീണ് ഒരു കുഴിയിലോട്ട് വീഴുന്നവൻ കണ്ട്. അപ്പത്തേക്കും തന്നെ അത് തേങ്ങ വീണ് റിവേഴ്സ് വന്നു. റിവേഴ്സ് ആ കുഴി കിടക്കുന്ന തേങ്ങ റിവേഴ്സ് ഉരുണ്ട് വന്ന് സത്യമായിട്ട് അവൻ കണ്ടതാണ്. അതായിരിക്കാം. പിന്നെ എങ്ങനെയാ അങ്ങനെ കുഴിന്ന് തിരിച്ച് റിവേഴ്സ് കയറുന്നവൻ കണ്ട്. അപ്പത്തേക്കും മറ്റേ ചേട്ടന് വന്നപ്പോ അയാള് വിശ്വസിച്ച അയാളെ കണ്ടെന്നുള്ള ഒരു ഇതില് അപ്പൊ വീണു. അപ്പത്തേക്കും മറ്റേ ചേട്ടന്റെ അടുത്ത് പറഞ്ഞു. ഇവര് പോയി നോക്കിയപ്പോ അവിടെ ഒരു തേങ്ങയും ഒന്നുമില്ല. എനിക്ക് ഓസി എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഉണ്ട്. അവൻക്ക് ഡിപ്രഷൻ അവൻക്ക് സംസ്ഥാനം വിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയെന്ന് വെച്ചാൽ ബ്രേക്കപ്പ് ആയെന്ന് അവരൊന്നും പറഞ്ഞില്ല. ആ ചേച്ചിക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടായി. ഇവർക്ക് ഭാഷ അറിയത്തില്ല. ഇവര് എന്നുവെച്ചാ എന്റെ ഒരു അമ്മാമ്മ ഇത് സെറ്റിൽഡ് അവിടെയാണ്, കർണാടക. അപ്പം അവരുടെ വീട്ടില് എന്തൊരു ആവശ്യത്തിന് പോയി അവര് കണ്ടു, മുട്ടി, സ്നേഹിച്ചു. അപ്പത്തേക്കും ഇവർക്ക് രണ്ടുപേർക്കും ആദ്യമേ ആ ചേച്ചിക്ക് മലയാളം അറിയില്ല, ഇവനിക്ക് കർണാടക അറിയത്തില്ല. ഇവരെങ്ങനെയൊക്കെ ആദ്യമൊക്കെ സംസാരിച്ച് ആ ചേച്ചി എനിക്ക് കർണാടക പഠിപ്പിച്ചു കൊടുത്ത് പക്ഷെ ഇവൻ പഠിച്ചില്ല. പക്ഷേ ആ ചേച്ചീനെ അവൻ മലയാളം പഠിപ്പിച്ചെടുത്തു. ചേച്ചി മലയാളം പഠിച്ചു. അല്ല, അതായത് അപ്പനെയും ഭയങ്കര ഇഷ്ടത്തിലായിട്ട് ചെറുതായിട്ട് ബ്രേക്കപ്പ് ആയി. ഈ അണ്ണനാണെങ്കിൽ ഒരു ഭയങ്കര ഡിപ്രഷനായി. അതായത് എനിക്കത് കാണണം ഇതൊന്ന് ഒറ്റയ്ക്ക് ഇവിടുന്ന് കർണാടക പോയി. ഒന്നാമത്തെ കാര്യം അങ്ങനെ ആകെ രഞ്ജണന്റെ കൂടെ പോയൊക്കെ അറിയാമോ, ഒരു തവണ പോയിട്ടുള്ള ഇതൊക്കെ അറിയാമോ, മനസ്സിലായില്ലേ? കർണാടക വഴി പോലും അറിയത്തില്ല, ഫുള്ള് കാണുന്നത് ആണ്. കേരളത്തിൽ നിന്ന് ഒറ്റയ്ക്ക് കർണാടക പോയി കാണാൻ പോയി, ഒറ്റയ്ക്കാണ് കാണാൻ പോയി, വഴി പോലും അറിയത്തില്ല. പക്ഷെ ഇവനിക്കത് വേണം. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇവന്റെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കും. അപ്പൊ നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലും. പക്ഷെ മാമന്റെ വീടാണ്, നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ പറയും എന്തിനു വന്നാഴി പോടി എന്ന് വെച്ചാ നമ്മളെ മാറ്റിയിട്ടൊരു സൊല്ലണം. അതിന്റെ ഒരു നമ്മൾ വന്നാ ഡിസ്റ്റർബൻസ് ആവും. ഇവര് ഞങ്ങളെ പറ്റി പറയാന്ന് വെച്ചാൽ ഞങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ എന്റെ പേര് അക്ഷയ്. പിന്നെ ഫാമിലി ഉണ്ട് ഞങ്ങൾക്ക്. ആ വീട്ടിൽ അതായത് കസിൻ ബോണ്ട് അല്ലാതെ നമുക്കൊരു ബ്രദർ ബോണ്ട്, അങ്ങനെയൊക്കെ ബ്രദർ സിസ്റ്റർ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഒരു ബോണ്ടാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. മീൻസ് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവന്റെ അടുത്ത് പറയും, അവന്റെ കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് പറയും. അപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെയും. പക്ഷെ നമ്മള് കസിനാണ്, ബ്രദർ സിസ്റ്റർ ആണ്, എല്ലാ ബോണ്ടും ഒരുമിച്ചാണ്. ഇപ്പം ഞാനും ഇവനും ഒരുമിച്ചാണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിൽ ട്യൂഷന് പോണതും തിരിച്ചു പോണതും. അങ്ങനെ നമ്മള് വൈകി കണ്ട കഥകളും എല്ലാം പറഞ്ഞ് അങ്ങനെ ഒരു വൈബായി തുടങ്ങി. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയെ പറ്റി അറിയാം. നമ്മളൊക്കെ എല്ലാരും ഞങ്ങള് പറയും. മീൻസ് ഇപ്പൊ KSRTC ഗേൾസിനല്ലേ വുമൻസിനാണ് പരിഗണന കൊടുക്കുന്ന. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാ ഈ മറ്റേ ID ആൾക്കാർക്ക് കാല് വയ്യ, കൈ വയ്യ, മീൻസ് അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. അപ്പത്തേക്കും എന്തായാലും കുറെ ആൾക്കാർ പറയും നമ്മളെ അമ്മയും നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്ന, ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. എന്തായാലും പക്ഷെ അങ്ങനത്തെ ആൾക്കാർ നമ്മളെ ആങ്ങളും പെങ്ങളെയൊക്കെ ആങ്ങളും ആൾക്കാർക്കല്ലേ അവർക്ക് കൈ വയ്യ, കാല് വയ്യ. അപ്പൊ അവർക്കൊക്കെ ബസ്സിൽ കയറുമ്പോ അവർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വരും. പക്ഷെ അവർക്ക് വരുമാനം കാണത്തില്ല. മേ ബി അത് ഞാൻ പറയാം. അതായത് KSRTC ബസ്സിൽ അതായത് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് കയറിയ ഫ്രീ ആയിട്ടല്ലോ, ഫ്രീ ആയിട്ടാണ് ഇപ്പൊ KSRTC ബസ്സിൽ. ഈ ആണുങ്ങളുടെ പെൻസിൽ ഒരുപാട് ആൾക്കാരില്ലേ, ഈ കാലുമായിട്ടുള്ള വികലാംഗം അങ്ങനത്തെ ആൾക്കാരില്ലേ. അപ്പൊ അവർക്കൊരു പരിഗണന കൊടുക്കണം, മനസ്സിലായില്ലേ? ആണുങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ നിന്ന് പൈസ ചിലപ്പോ അവർക്ക് ജോലി ചെയ്ത് പൈസ എടുക്കാനുള്ള ഇത് കാണത്തില്ലായിരിക്കും, അത് ചിലപ്പോ പെൻഷനെ കാണത്തുള്ളായിരിക്കും, ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
ഈ എന്തൊക്കെ വന്നാലും കുറെ ആൾക്കാർ പറയും എന്തിന് നമ്മൾ ആങ്ങൾക്കും പെങ്ങൾക്കും അമ്മമാർക്കും വേണ്ടിയല്ല ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നത് നമ്മൾ അവരെയും കൂടെ പരിഗണന. അവരും ഒരു കുടുംബത്തിലെ ഒരാളെ മക്കളല്ലേ, ഒരു അമ്മേന്റെ മക്കളല്ലേ, ശരിക്കും അവർക്കും പരിഗണന കൊടുക്കണമെന്നേ ഉള്ളൂ ഫ്രീ ആയിട്ട്. പിള്ളേര് അടിപൊളി പൊളിച്ചിട്ടുണ്ട്. അക്ഷയ്, അൻവിത, അൻവിത അവർ രണ്ടുപേരും അവിടെ സ്റ്റോറി നമ്മൾക്ക് പറഞ്ഞു തന്നു. ഫോർത്ത് സ്ട്രേഞ്ചറിന് തിര എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് ഒരു ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇവരുടെ ആർക്കെങ്കിലും കൊടുക്കണം. നമുക്കൊരു ഫീമെയിൽസിന് പറ്റുന്ന, അതുകൊണ്ട് നമുക്ക് അൻവിതയ്ക്ക് കൊടുക്കാം. അൻവിതയ്ക്ക് അതെ അവളെ ഭാഗ്യവതി. അൻവിതയ്ക്ക് അക്ഷയ് കൊടുത്തോ. തിര തുറന്നു വയ്ക്കോ. ഓ മാല ഇഷ്ടമാണ്. ഓക്കെ, ഞാനത് പൊട്ടിച്ചു നോക്കും. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഭയങ്കരമായിട്ട് ജ്വല്ലറി ഒക്കെ സ്റ്റാർട്ടപ്പ് അല്ലേ, അതെ അവരൊക്കെ ജീവിക്കണ്ടേ. സൂപ്പറാണ്, എല്ലാരും പോയി വാങ്ങാൻ. എന്തിനാണ്? തീര സൂപ്പറാ. നിങ്ങൾ എല്ലാരും പോയി മസ്റ്റ് ഹാവ് ആയിട്ട് പോയി വാങ്ങാം. ഞാൻ പറഞ്ഞുതരാം. റോസ് ഗോൾഡ് ആണെന്ന് അറിയാം, ഫസ്റ്റ് പോയി കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ വീല് ഭയങ്കരമായിട്ട് കട്ടി വരുന്നുണ്ട്. സോ നല്ല രസം, ലൈറ്റ് വെയിറ്റും കൂടെയാണ്, കൊള്ളാം, ഇഷ്ടപ്പെട്ടു.